ആൻഡ് തിരുവനന്തപുരം പാർട്ടി കോംബോ. UK പാർലമെന്റിലെ ഹൗസ് ഓഫ് കോമൺസിൽ ആദരിക്കപ്പെടുകയാണ്. ഇത്തരത്തിലൊരു പോസ്റ്റാണ് ആര്യ രാജേന്ദ്രന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തത്. പിന്നാലെ മന്ത്രിസഖാക്കളുടെയും അണികളുടെയും കൂട്ട പോസ്റ്റും അഭിനന്ദന പ്രവാഹവും. മേയറമ്മയുടെ ചിത്രം വിവിധ ഗ്രൂപ്പുകളിൽ പറന്നു. പോസ്റ്റ് കണ്ടാൽ ലണ്ടൻ പാർലമെന്റ് ആദരിച്ചതാണെന്ന് തോന്നിപ്പോകും. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നാണ് ആര്യ രാജേന്ദ്രന്റെ കയ്യിലിരിക്കുന്ന ലോ സർട്ടിഫിക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ഒരു സംശയം, ഈ ടീമുകളൊക്കെ പുരസ്കാരം കൊടുക്കുമ്പോഴേ ആൾക്കാരുടെ പേരിനൊപ്പം പാർട്ടിയുടെ പേരും എഴുതുവോടെ? എളുപ്പല്ലോ ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഈ സർട്ടിഫിക്കറ്റിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മേയർ ആര്യ രാജേന്ദ്രൻ, CPIM. പുത്തരിക്കണ്ടത്ത് 6000-ലധികം കുട്ടികളെ ഉൾപ്പെടുത്തി സീഡ് ബോൾ ക്യാമ്പയിന്റെ ഭാഗമായി കിട്ടിയതാണത്രേ അവാർഡ്. അതായത് ഈ ശത്രുക്കൾ പറയുന്നത് പോലെ അടുപ്പിലെ ഇഷ്ടിക അടിച്ചു മാറ്റിയതിനൊന്നും അല്ല കേട്ടോ. Waiting for the official declaration of LDF, and I can only talk like after declaration only I can talk like that. What story enda kada? So my aim is to bring up the all people together. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിന്റെ തൊണ്ടേക്കറി കുരി. ഒരു കാര്യം ഉറപ്പാണ്, പോസ്റ്റിയ ചിത്രത്തിൽ എന്തോ പണി നടത്തിയിട്ടുണ്ട്. ആ മുടിയുടെ 2 വശങ്ങളിലും എന്തൊക്കെയോ ഒരു വശപ്പശക്. മൊത്തത്തിലൊരു AI ഫീൽ. ഇനി മെഗാ തള്ളിന്റെ പിന്നണി ഒന്ന് പരിശോധിക്കാം. UK പാർലമെന്റിന്റെ അംഗീകാരമാണോ മേയറമ്മയ്ക്ക് ലഭിച്ചത്? അല്ല. ഹൗസ് ഓഫ് കോമൺസിൽ നടന്ന സ്വകാര്യ ചടങ്ങാണ്. അവിടെ മേയറമ്മയ്ക്ക് എന്ത് കാര്യം ഒന്ന് ചോദിച്ചാ ആർക്കറിയാം? Please sit. Thank you. Nice to meet you. Tell me, what's the matter? Sophocles Euripides Antigonus Pythagoras Euria. Welcome to Nice to meet you. Okay. Party should be, the CPM should be having that much confidence in comrade Arya Rajendra, not that single person. എന്നാൽ പോസ്റ്ററിലെ ഹൗസ് ഓഫ് കോമൺസിലെ ആദരം അത് പച്ചക്കള്ള. ഒരു സ്വകാര്യ സംഘടനയാണ് ആര്യ രാജേന്ദ്രനെ ആദരിക്കുന്നത്. ഇതിന് ബ്രിട്ടനിലെ രാഷ്ട്രീയ സംവിധാനമായി കോർപ്പറേഷനിൽ കണ്ട ബന്ധം പോലും ഇല്ല. സന്തോഷ് ശുക്ല എന്ന ഭാരതീയൻ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്. നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറി നമുക്കും ഒരു അവാർഡ് വേണമെന്ന് പറയണം. പിന്നെ ഒരു മേഖല ഏതാണെന്ന് പറഞ്ഞാൽ നമുക്കും തരും അവാർഡ്. നമ്മൾ ഏത് മേഖലയിലുള്ള ആളാണ് എന്നുള്ള കാറ്റഗറി അങ്ങ് നൽകിയാൽ മതി. പിന്നെ അവാർഡ് വെറുതെ കിട്ടൂല കേട്ടോ. തുട്ടിറക്കണം തുട്ടേ. അതായത് ആർക്കും കിട്ടും അവാർഡ്. സെലിബ്രിറ്റി ഒന്നുമല്ല എങ്കിലും ഞാനൊരു അപേക്ഷ നൽകുന്നുണ്ട്. പണം എത്രയാണെന്ന് അവർ ഇമെയിൽ വഴി അറിയിക്കും. നമുക്ക് വേണമല്ലോ, അങ്ങനെ ഇപ്പം പറ്റൂല. എന്തായാലും അവാർഡ് കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ മാഡം, എങ്ങനെ ഈ UK വരെ എത്തി? ആര് കാശ് ഇറക്കി? UK വരെ എത്തിയതിൻ്റെ ചെലവാര് വഹിച്ചു? ബസ് ചേസിംഗ് പോലെ ആവില്ല മാഡം.